മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന് തെളിയണമെങ്കിൽ എന്ത് വേണം? ഈ അമ്പിയാക്കളൊക്കെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചതിന് തെളിവ് വേണം. ഈ അമ്പിയാക്കളൊക്കെ ആരോടാണ് പ്രാർത്ഥിച്ചത്? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ അവരെന്താ നിർവചനം മനസ്സിലാക്കിയത്? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നാണ് എല്ലാ നിർവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കിയത്. അള്ളാഹു അല്ലാത്തവരോട് നടത്താൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത്? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച അംബിയായിന് അബദ്ധം സംഭവിച്ചു, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബദ്ധം സംഭവിച്ചു, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച സ്വഹാബത്തിന് അബദ്ധം സംഭവിച്ചു എന്ന് പറയേണ്ടി വരുമല്ലോ എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായി നമ്മുടെ വിഷയം മറുപടിയായി നാം അവതരിപ്പിച്ചു. അവരുന്നയിച്ച വാദങ്ങൾക്ക് മറുപടിയും പറഞ്ഞു. പിന്നീട് അവിടെ നടക്കേണ്ടത് ചോദ്യോത്തരമാണ്. മുജാഹിദുകൾ സുന്നികളുടെ വിഷയാവതരണത്തിൽ തന്നെ പറഞ്ഞു, കൊടുത്ത കഴിവ് കൊണ്ടാണ് ചോദിക്കുന്നത്, അള്ളാഹു അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞു. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ന്യായമായി അവർ തെളിയിക്കുന്നത് എന്താണ്, വാദിക്കുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെ മഹാന്മാർക്ക് കഴിവ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കാവൂ എന്നാണ് മുജാഹിദുകളുടെ വാദം. ആ വാദമാണ് മുജാഹിദുകൾ തെളിയിക്കേണ്ടത്. അഥവാ മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചിട്ടില്ല. മഹാന്മാർക്ക് അങ്ങനെ ഒരു കഴിവ് അള്ളാഹു കൊടുത്തു എന്നതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന രീതി ശരിയല്ല, അത്തരമൊരു വാദത്തിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന് മുജാഹിദുകൾക്ക് തെളിയിക്കണം. അതിനേറ്റവും നല്ല ചോദ്യം എന്താണ്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ച ഒരു സമുദായം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ച സമൂഹം അവര് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചവരാണ്. സ്വാഭാവികമായും അവർ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചതിനെ ഖുർആൻ എതിർത്തിട്ടുണ്ട്, ഇസ്ലാം എതിർത്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ എതിർത്തിട്ടുണ്ട്. അവർ ഏത് നിലയിലാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചത്? കൊടുത്ത കഴിവിൽ നിന്നാണോ, കൊടുക്കാത്ത കഴിവിൽ നിന്നാണോ, അഥവാ സ്വയം കഴിവ് കൊണ്ടാണോ എന്ന ചോദ്യം മുജാഹിദുകളുടെ വാദം സ്ഥിരപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. മുജാഹിദുകളുടെ വാദം സ്ഥിരപ്പെടുത്താൻ ഇവിടെ മുജാഹിദുകളുടെ ഉത്തരവാദിത്തം എന്താണ്? സുന്നികൾ അബദ്ധം സംഭവിച്ചു എന്നത് അബദ്ധം സംഭവിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തലാണ്. സുന്നികൾക്ക്, മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന സുന്നികളുടെ വാദം സത്യവിരുദ്ധമാണ്. എന്തുകൊണ്ടാണ് മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന് പറയുന്നത്? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, മഹാന്മാർക്ക് പ്രാർത്ഥന കേൾക്കാനും ഉത്തരം ചെയ്യാനുമുള്ള കഴിവ് കൊടുത്തിട്ടില്ല എന്ന് മുജാഹിദുകൾ പറയുന്നു എന്നതിന്റെ പേരിലാണ്. അത് തെളിയിക്കാൻ ഈ ചോദ്യം തന്നെയല്ലേ ചോദിക്കേണ്ടത്? പക്ഷേ നമ്മുടെ മുസ്ലിംമാർക്ക് മനസ്സിലായി ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാധാരണ പറയാറുള്ളത് പോലെ അവര് പറഞ്ഞു, ഈ ചോദ്യവും അതേപോലെ നമ്മുടെ വിഷയവും തമ്മിൽ ബന്ധമില്ല. ചോദ്യവും വിഷയവും തമ്മിൽ ബന്ധമില്ല. നമ്മൾ പറഞ്ഞു, നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രസംഗത്തിൽ കൊടുത്ത കഴിവ് എന്ന വിഷയം പരാമർശിച്ചിട്ടുണ്ട്. അത് വിഷയവുമായി ബന്ധമില്ലാത്തതാണെങ്കിൽ എന്തിന് നിങ്ങളുടെ വിഷയാവതരണത്തിൽ പറഞ്ഞു? സ്വാഭാവികമായും നിങ്ങളുടെ വിഷയാവതരണത്തിൽ വന്നതുകൊണ്ടാണ് ഞങ്ങളത് ഉദ്ധരിച്ചത് എന്ന് ഞങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ട് ചോദ്യം ആവർത്തിച്ചു. 6 സന്ദർഭങ്ങളിൽ 6 പ്രാവശ്യമായി ഈ ചോദ്യം ചോദിച്ചിട്ട് ഒരിക്കൽ പോലും മറുപടി പറയാൻ അഹ്സനിമാര് തയ്യാറായില്ല. പിന്നെയോ അവരുത്തരം പറയുമ്പോഴൊക്കെ ആവർത്തിച്ചു, നിങ്ങളുടെ നിർവചനം പൊളിഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നിർവചനം ഞങ്ങൾ പൊളിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നിർവചനം ഞങ്ങൾ പൊളിച്ച് പാളീസാക്കിയിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോ ഈ പറഞ്ഞതുപോലെ സുന്നി മുഖാമുഖം പുറത്തിറങ്ങിയപ്പോ എന്തായി? ഏതാണ്ട് ഈ സുന്നി മുഖാമുഖം പുറത്തിറങ്ങിയപ്പോ അവിടെ പൊളിച്ച് പാളീസാക്കി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ എത്തിയപ്പോ വെളിവാക്കലായി മാറി. മുജാഹിദുകളുടെ നിർവചനം വെളിവാക്കലാണ് എന്നുള്ള കോലത്തിലാണ് ഇപ്പോൾ ഈ ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും മുജാഹിദുകളുടെ
നിർവചനം എന്ന നിലയിൽ മുജാഹിദുകളുടെ പാഠപുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗം അവർ വായിച്ചു. ഏതിനോടൊപ്പം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ ചെന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ ഉത്തരം ചെയ്യും എന്ന് പറയണമെന്ന് എഴുതി പഠിച്ചതാണ് മുസ്ലിയാർ. ആ ഹദീസിന്റെ അർത്ഥം എങ്ങനെ പറയണം? നബിയുടെ ഖബറിനരികിൽ വന്ന് വിളിച്ചാൽ, യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരം ചെയ്യും. ആര് വിളിച്ചാലെന്ന് പറയാൻ പാടില്ല, ആർക്കുത്തരം ചെയ്യുമെന്ന് പറയാൻ പാടില്ല എന്നൊക്കെ എഴുതി പഠിച്ചതാണെങ്കിലും ഒരിക്കലും കുറുക്കൻ കൂവാൻ മറക്കില്ലല്ലോ. കുറുക്കനോട് കൂവിപ്പോയി ഞങ്ങൾ വിളിച്ചാൽ ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞു പോയി. ആരെങ്കിലും വിളിച്ചാൽ അവർക്ക് ഉത്തരം ചെയ്യും എന്നുള്ള നിലയിൽ മുസ്ലിയാമാരുടെ നാവിൽ നിന്ന് തന്നെ അത് പുറത്തു വന്നു. മുസ്ലിയാമാര് വിചാരിച്ചത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഹദീസ് ചോദിക്കും എന്ന. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ വിളി ഇസ്തിഗാസയാണ്, പ്രാർത്ഥനയാണ് എന്ന് തെളിയിക്കണം. അത് നമ്മുടെ നിർവചനത്തിനെതിരാണ് എന്ന് തെളിയിക്കണം. എന്നാലേ ഏതാണ് ഹദീസ് എന്ന് നമ്മൾ ചോദിക്കേണ്ടതുള്ളൂ. സഖാഫിമാർ തന്നെ അഹ്സനിമാർ തന്നെ നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് വായിച്ച നിർവചനം എന്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷയ്ക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയുടെ നിർവചനമായി ഈ മുസ്ലിംമാര് നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് വായിച്ച ഭാഗം അതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചോദ്യം ആവർത്തിച്ചു, ഇതിലെവിടെയാണ് ഇസ്തിഗാസയുള്ളത്? ഇതിൽ പ്രാർത്ഥനയുണ്ടോ? പ്രാർത്ഥനയുടെ നിർവചനമല്ലേ തെറ്റാണെന്ന് തെളിയിക്കേണ്ടത്? ഇവിടെ ഈ വിളി ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂലിന് കഴിയും എന്ന വിശ്വാസത്തോടു കൂടിയാണോ വിളിക്കുന്നത്? അത് ഇസ്തിഗാസയല്ല, അതിൽ ഇസ്തിഗാസയില്ല എന്ന് നമ്മളും ആവർത്തിച്ചു. ചോദ്യോത്തരം, നമ്മളെ ചോദ്യവും അവരുടെ മറുപടിയും കഴിഞ്ഞു. എവിടെയും ഇതിന്റെ അർത്ഥം പറയുക എന്നതല്ലാതെ ഈ ഹദീസ് വായിച്ചതില്ല. അതേപോലെ തന്നെ നമ്മുടെ ചോദ്യത്തിന് മറുപടിയും പറഞ്ഞില്ല. പിന്നീട് നടക്കേണ്ടത് അവരുടെ ചോദ്യമാണ്, നമ്മുടെ ഉത്തരമാണ്. മുസ്ലിംമാര് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ വന്ന് ഒരാൾ അള്ളാഹുവിന്റെ റസൂൽ ഉത്തരം ചെയ്യുമെന്ന വിചാരത്തോടു കൂടി വിളിച്ചാൽ അയാൾ മുശ്രിക്കാണോ, അത് ശിർക്കാണോ എന്നായിരുന്നു ചോദ്യം. അത് ശിർക്കാണോ എന്നായിരുന്നു ചോദ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറുപടി പറയാൻ ഒരു പ്രയാസവും ഇല്ലാത്ത വിഷയമാണ്. നാം പറഞ്ഞു, സുന്നികളും മുജാഹിദുകളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥന ഇസ്തിഗാസ എന്ന വിഷയം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നായാലും എന്നെ കാണാനും എന്നെ കേൾക്കുവാനും എന്റെ വിളി കേൾക്കുവാനും അതിന് ഉത്തരം ചെയ്യുവാനും ഒക്കെ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടി, സഹായിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് ഒരാൾ യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നതെങ്കിൽ അത് ശിർക്കാണ്. അപ്പോഴാണ് മുസ്ലിംമാര് ഹദീസ് വായിക്കുന്നത്. എങ്ങനെ? ഒരു ഹദീസ് വായിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദയും പാലിക്കാതെ അതിന്റെ ഒരു ഭാഗം മാത്രം, തങ്ങളുടെ ആവശ്യത്തിനുള്ള ഒരു ഭാഗം മാത്രം മുറിച്ചെടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനത്തിനായി വായിച്ചു. എന്താ വായിച്ചത്? നേരത്തെ ഫൈസൽ മുസ്ലിയാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ മുസ്ലിംമാര് ലൈൻ ഖാമ അലാ ഖബരി എന്ന് തുടങ്ങുന്ന ഒരു വാചകം ആ സംവാദവേളയിൽ വായിച്ചു. ലൈൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലാ അജബ്തുഹു. എന്റെ ഖബറിനരികിൽ വന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും എന്നതിനർത്ഥവും പറഞ്ഞിട്ട് ചോദിച്ചു, ഇങ്ങനെ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിന്റെ പ്രചാരകനാണോ? നമ്മൾ പറഞ്ഞു, ശിർക്കിന്റെ പ്രചാരകനാണെന്ന് പറയണമെങ്കിൽ ഇത് പ്രാർത്ഥനയാണെന്ന് തെളിയണം. ഇത് പ്രാർത്ഥനയാണെന്ന് തെളിയിക്കാൻ കഴിയാത്ത കാലത്തോളം അതിൽ ശിർക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിന്റെ പ്രചാരകനാണെന്ന് പറയേണ്ടതില്ല. ഇത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടതല്ല, അത് ബന്ധപ്പെട്ടതാണെന്ന് തെളിയിച്ച് ചോദിക്കണം എന്ന് മാത്രമല്ല നാം പറഞ്ഞു, അതിൽ രണ്ട് ന്യൂനതയുണ്ട്. എപ്പോഴാണ് ഇത് പറഞ്ഞത്? ഇബ്നു അസാക്കിറിൽ നിന്ന്
താരീഖ് ഇബ്നു അസാക്കിറിൽ നിന്ന് ഈ വാക്യം വായിച്ചപ്പോഴാണ് നാം പറഞ്ഞത്, ഒരു സനദ് പോലും വായിച്ചില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു സംവാദവേളയിൽ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി സമർപ്പിക്കുന്ന ഒരു ഹദീസ് വായിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദയും പാലിക്കാതെ ഈ ഒരു വാചകം മാത്രം വായിക്കുകയാണ് ചെയ്തത്. നമ്മൾ പറഞ്ഞു അതിൽ രണ്ട് ന്യൂനതയുണ്ട്.